ഒരു ദിവസം ഗല്ലി ക്രിക്കറ്റ് കളിക്കുന്നതിനിടെയാണ് ബോബി ലില്ലിയെ ആദ്യമായി കാണുന്നത്. ഒരു സാധാരണ സൗഹൃദമായി തുടങ്ങിയ ബന്ധം പതിയെ പ്രണയമായി മാറി. ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ അവർ പരസ്പരം എല്ലാത്തിനും താങ്ങായി മാറി. ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റ് താരമാകുക എന്നതാണ് ലില്ലിയുടെ ഏറ്റവും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിൽ ബോബി പൂർണ്ണമായി വിശ്വസിക്കുകയും എല്ലായ്പ്പോഴും അവളുടെ കൂടെ നിൽക്കുകയും ചെയ്തു. പക്ഷേ ഒരു ദിവസം എല്ലാം മാറിമറിഞ്ഞു. ക്രിക്കറ്റ് പരിശീലനത്തിനിടെ നടന്ന ഒരു ഭയാനക സംഭവത്തിന് ശേഷം ലില്ലി കടുത്ത വിഷാദത്തിലേക്ക് വീണു. എപ്പോഴും സന്തോഷവതിയും ആത്മവിശ്വാസമുള്ളവളുമായിരുന്ന ലില്ലി ആകെ മാറിപ്പോയി. അവൾക്ക് ആത്മവിശ്വാസം നഷ്ടമായി. ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ക്രിക്കറ്റിൽ നിന്നും അവൾ അകന്നു. ലില്ലിയുടെ ചിരി തിരികെ കൊണ്ടുവരാൻ ബോബി അവളെ ഒരു ദീർഘയാത്രയ്ക്ക് കൊണ്ടുപോയി. അവർ ഒരുമിച്ച് പല സ്ഥലങ്ങളും സന്ദർശിച്ചു. മനോഹരമായ നിമിഷങ്ങൾ പങ്കുവച്ചു. പതിയെ ലില്ലിയുടെ മനസ്സ് മെച്ചപ്പെടുകയും അവൾ വീണ്ടും സന്തോഷം കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ യാത്ര കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ ബോബി ഒരു കാര്യം ശ്രദ്ധിച്ചു. ലില്ലിക്ക് ഇനി ക്രിക്കറ്റ് കളിക്കാൻ താൽപ്പര്യമില്ലായിരുന്നു. എത്ര പ്രാവശ്യം അവളെ പ്രോത്സാഹിപ്പിച്ചാലും അവൾ നിരസിച്ചു. യഥാർത്ഥ കാരണം എന്താണെന്ന് പറയാൻ അവൾ തയ്യാറായില്ല. ഇത് ബോബിയെ കൂടുതൽ ആശങ്കയിലാക്കി. ഒടുവിൽ സത്യം കണ്ടെത്താൻ അവൻ തീരുമാനിച്ചു. ഒരു ദിവസം ലില്ലിയുടെ അടുത്ത സുഹൃത്തായ ശോഭയെ ബോബി കണ്ടുമുട്ടി. അവരുടെ സംഭാഷണത്തിനിടയിൽ ലില്ലി എന്തുകൊണ്ടാണ് ക്രിക്കറ്റ് ഉപേക്ഷിച്ചതെന്ന് ശോഭ വെളിപ്പെടുത്തി. പരിശീലന സമയത്ത് അധികാരം ദുരുപയോഗം ചെയ്ത ഒരു കോച്ച് ലില്ലിയോടും മറ്റു പെൺകുട്ടികളോടും മോശമായി പെരുമാറിയിരുന്നു. ആ സംഭവം ലില്ലിയുടെ ആത്മവിശ്വാസം തകർത്തു. ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് നേടിയ സ്വപ്നം പോലും അവൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതയായി. സത്യമറിഞ്ഞപ്പോൾ ബോബിയുടെ ഹൃദയം തകർന്നു. പക്ഷേ മിണ്ടാതിരിക്കാൻ ലില്ലി തയ്യാറായില്ല. അവൾ നീതിക്കായി പോരാടാൻ തീരുമാനിച്ചു. ആ പോരാട്ടം എളുപ്പമായിരുന്നില്ല. കോച്ച് തന്റെ സ്വാധീനവും ബന്ധങ്ങളും ഉപയോഗിച്ച് അവളെ തടയാൻ ശ്രമിച്ചു. ചില പോലീസ് ഉദ്യോഗസ്ഥർ പോലും കോച്ചിന്റെ ഭാഗത്തു നിന്നു. എന്നാൽ ലില്ലി പിന്നോട്ടില്ലായിരുന്നു. ബോബി അവളുടെ കൂടെയുണ്ടായിരുന്നു. ഓരോ തെളിവുകളും ശെലിവുകളും ശേഖരിച്ച് സത്യം തുറന്നു പറഞ്ഞ് ധൈര്യത്തോടെ അവൾ മുന്നോട്ടു നീങ്ങി. നീതി വിജയിച്ചു. സത്യം പുറത്തുവന്നു. കുറ്റക്കാർ ശിക്ഷിക്കപ്പെട്ടു. എത്ര വലിയ അധികാരമുണ്ടായാലും സത്യത്തെ എന്നേക്കുമായി മൂടിവെക്കാൻ കഴിയില്ലെന്ന്